ഈ കാണാൻ നമ്മുടെ MC റോഡിലുള്ള മാറാടി ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഒരു പള്ളി നമ്മുടെ മീങ്കുന്നം പള്ളി എന്ന് പറയും. സെൻറ്റ് ജോസഫ് ചർച്ച് മീങ്കുന്നം. എന്നാലും MC റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ അറിയാവുന്നൊരു പള്ളി തന്നെയാണ്. ദൂരയാത്ര പോകുന്നവരല്ല ഇവിടെ വന്നൊരു നേർച്ചയിട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ തന്നെ ഇത് ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ ചെറിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി ഇപ്പോൾ ഇവിടെ നല്ല വെള്ളച്ചാട്ടമാണ് കേട്ടോ. നേരത്തെ ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആ ഫ്രണ്ടിലൊരു കെട്ടിടം തന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് 2 മാസങ്ങൾക്ക് മുമ്പ് അതൊക്കെ മാറ്റി. ഇപ്പോൾ തന്നെ യാത്രയിൽ പോകുന്ന എല്ലാവരും മിക്ക ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മൾ ദൂരയാത്ര കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നമ്മളെപ്പോഴും നേർച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടം കുറച്ചും കൂടെ നമുക്കൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. ഇവിടെ നിന്ന് കുട്ടികളൊക്കെ ഒത്തിരി പേരെ കൂടെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം കുറേ ആൾക്കാരുണ്ട്, വലിയ ആഴമൊന്നുമില്ല. കുട്ടികളും കൊണ്ട് പാറക്കെട്ടാണ്. കുട്ടികളും കൊണ്ട് ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിച്ചാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ MC റോഡിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് വരിക. നമ്മുടെ ഈ സ്ഥലം വരുന്നത് കൂത്താട്ടുകുളത്തിന് മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കായിട്ടാണ്. അതുപോലെ തന്നെ ഈ പള്ളി വരുന്ന കോതമംഗലം അതിന് ഇടയിൽ വരുന്നൊരു പള്ളിയാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിലേക്ക് കയറി, അതുപോലെ പള്ളിയിൽ നേർച്ചയൊക്കെ ഇട്ട് നമ്മളെന്തായാലും തിരിച്ച് തിരുവനന്തപുരത്തോട്ട് യാത്ര തുടരുകയാണ്. എന്തായാലും ഈ വഴി പോകുമ്പോൾ എന്തായാലും നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷൻ തന്നെയാണ്. നമ്മൾ ഇറങ്ങുമ്പോഴും ഒന്ന് അങ്ങോട്ട് പോകാൻ തന്നെ ശ്രദ്ധിച്ച് പോവുക വണ്ടിയിൽ വരുമ്പോൾ. എന്ന് വെച്ചാൽ നല്ല വളമാണ് ഇവിടെ, റോഡ് നല്ല വളമാണ്. സ്ഥിരം വഴി പോകുന്നവർക്കറിയാം ഈ സൈഡ് നല്ല വളമാണ്. അപ്പോൾ വണ്ടി കയറ്റിയിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങുക. എന്ന് വെച്ചാൽ ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വെളിയിലൊക്കെ ആൾക്കാർ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ നിർത്തി ഇതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയ തിരക്കുണ്ട്. കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.